തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായി തീർന്നത്. നമ്മൾ വിശ്വസിക്കണം. ലോകത്തിൽ ബഹുഭൂരിപക്ഷം പേരും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റൊരു ശതമാനം ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. രണ്ടും വിശ്വാസമാണ്. ദൈവം ഉണ്ട് എന്നതൊരു വിശ്വാസം, ദൈവം ഇല്ല എന്നതും ഒരു വിശ്വാസം. ജീവിതം വിശ്വാസത്തിൻ്റെ യാത്രയാകണം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുക, മനുഷ്യരിൽ വിശ്വസിക്കുക. രണ്ട് വിശ്വാസങ്ങൾ ആവശ്യമാണ്. ഒന്ന് ദൈവവിശ്വാസം, രണ്ട് ആത്മവിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ വേണം നമ്മൾ യാത്ര തിരിക്കുവാനും മുമ്പോട്ട് നമ്മൾ ചുവടുകൾ വയ്ക്കുവാനും എല്ലാം. ദൈവവിശ്വാസം ഈ ലോക ജീവിതം തന്നെ ഒരു വിശ്വാസമല്ലേ? ഇന്ന് ഞാൻ വണ്ടി യാത്ര ചെയ്യുമ്പം ഒരു വിശ്വാസം, ജോലി സ്ഥലത്ത് എത്തിച്ചേരും എന്നുള്ള ഒരു വിശ്വാസം. നേഴ്സ് കുത്തിവെക്കാൻ വരുമ്പം വിശ്വാസം, ഈ മരുന്ന് ഫലിക്കും എന്നൊരു വിശ്വാസം. ഡോക്ടർ മരുന്ന് കുറിക്കുമ്പോൾ വിശ്വാസം, ഈ ഡോക്ടർ ചതിക്കുകയല്ല എന്നൊരു വിശ്വാസം. ഏത് വെയിൽ വരുമ്പോഴും ഒരു വിശ്വാസം, മഴക്കാലം ഉണ്ടാകും. ഏത് ചൂട് കഴിയുമ്പോഴും ഒരു മഴക്കാലം ഉണ്ടാകും. ഇത് മനുഷ്യൻ്റെ വിശ്വാസമാണ്. കൂട്ടുകാരനെ വഞ്ചിക്കുകയല്ല ഒരു വിശ്വാസം. കുടുംബജീവിതം ഒരു വിശ്വാസമല്ലേ? അരിശം വരുന്ന ഭർത്താവ് ഭാര്യയോട് പറയുക, മുതുപിശാച് ഒരു ചവിട്ടി ഞാൻ വെച്ച് തരും. ഭാര്യ, താൻ ചവിട്ടിയാൽ ഞാൻ രാത്രി കഞ്ഞിക്കകത്ത് പുരടാൻ കലക്കി തരും. എങ്കിലും കലക്കി കൊടുക്കുകയല്ല വിശ്വാസം, ചവിട്ടുകയല്ലൊരു വിശ്വാസം. മനുഷ്യൻ ലോകത്ത് ഇങ്ങനെയൊക്കെ വിശ്വസിക്കുമെങ്കിൽ, സാധാരണ മനുഷ്യരെ വിശ്വസിക്കുമെങ്കിൽ എത്രയധികമായി ദൈവത്തിൽ വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ച് വണ്ടിയെ കയറുന്നു, ഡ്രൈവർ ചതിക്കുകയാണെന്നോർത്താ ആ ഡ്രൈവർ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ അറ്റാക്കായിട്ട് മരിച്ച സംഭവങ്ങളില്ലേ? പൈലറ്റ് വിമാനം ഭംഗിയായി കൊണ്ടുപോകുന്നോർത്ത് കരുതും, പക്ഷേ പൈലറ്റ് കൊണ്ടുപോയി വിമാനം ഇടിച്ച് തകർത്തില്ലേ ജർമ്മനിയിൽ അടുത്ത കാലത്ത്? എത്രയോ സംഭവങ്ങൾ. മാറാത്ത ഒരു സ്നേഹിതനേ ഉള്ളൂ ദൈവം. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചു കൊള്ളുക, ആ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയിക്കൊള്ളുക. അവനൊരിക്കലും വഞ്ചിക്കുകയല്ല. എൻ്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. മനുഷ്യനുള്ള വിശ്വാസം കടന്നു പോകും, പ്രസ്ഥാനങ്ങളിലെ വിശ്വാസം കടന്നു പോകും. ഒരു കാലത്ത് നക്സൽ പ്രസ്ഥാനങ്ങളിൽ, നിരീശ്വര പ്രസ്ഥാനം വിശ്വസിച്ച പകലരുമെന്ന് എത്രയോ വരുന്ന ദൈവ വഴികളില്ല, വിശ്വാസ വഴികളില്ല. അത് മാഞ്ഞു പോകും. മാറാത്ത വിശ്വാസം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പുതിയ ദിവസം ആരംഭിക്കുക. ലോകത്തിലെ എല്ലാം മാഞ്ഞു പോയാലും മാറാത്തവൻ, മറയാത്തവൻ ദൈവം മാത്രമാണ്. യെശയ്യാ 54:10 മുതൽ വാക്യങ്ങൾ. മലകളകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടെയുണ്ട്. ആ ബോധ്യത്തിൽ
ഇന്നേ ദിവസം ജീവിക്കുവാൻ നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി. നുറുങ്ങുവെട്ടം